ബ്രസീൽ പ്രസിഡന്റ് ലുല ഡി സെൽവർ വിളിച്ച ബ്രിക്സ് രാജ്യങ്ങളുടെ യോഗം ഇന്ന് ഓൺലൈനായി ചേരും. അമേരിക്കയുടെ അധിക തീരുവ നയങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന യോഗത്തിൽ ചർച്ചയാകും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ഇന്ന് ഓൺലൈനായി യോഗം ചേരുകയാണ്. കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ഇന്ന് ചർച്ചാ വിഷയത്തിലേക്ക് വരും. എന്തായാലും ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഇന്ന് ചർച്ചയിൽ പ്രധാനമായി ഉന്നയിക്കുന്നത്? രേണുക, ഈ ആഗോള വ്യാപാരത്തിൽ അമേരിക്ക ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അധിക തീരുവകൾ എല്ലാ രാജ്യങ്ങളെയും, പ്രത്യേകിച്ചും ബ്രിക്സിലെ തന്നെ ബ്രസീലും ചൈനയും ഇന്ത്യയും അടങ്ങുന്ന രാജ്യങ്ങളെ സാരമായി തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഓൺലൈനായുള്ള ഒരു വ്യാപാര ഉച്ചകോടി എന്ന നിലയിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 6-ന് US താരിഫ് ഏർപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ ബ്രസീൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള ലുല ഡി സിൽവ ഇത്തരത്തിൽ ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ വിളിച്ച് പിന്തുണ അന്വേഷിച്ചിരുന്നു, അത്തരത്തിൽ പിന്തുണ തേടിയിരുന്നു. അന്ന് തന്നെ ഇത്തരത്തിൽ US-ന്റെ പ്രതികാര ചുങ്കം അല്ലെങ്കിൽ പകര ചുങ്കത്തിന് വിധേയരായിട്ടുള്ള രാജ്യങ്ങളുമായി ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ഈ മോദിയെ വിളിച്ചും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ അമേരിക്കയുടെ നീക്കത്തെ നേരിടാൻ ഒരു പൊതുവായ പദ്ധതി രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഇത്തരത്തിലൊരു പൊതു പദ്ധതി, ഒരു ബദൽ രാഷ്ട്രവാദം തന്നെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇന്ത്യ നീങ്ങുന്നത് പോലെ തന്നെ മറ്റ് വിവിധ ബഹുരാഷ്ട്രങ്ങളുമായുള്ള ഒരു പൊതു പദ്ധതി രൂപീകരിക്കുന്നതിന് ഓരോ ബ്രിക്സ് അംഗവുമായും സംസാരിക്കുമെന്ന് ബ്രസീൽ പ്രധാനമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ ഈ ഓൺലൈനായിട്ടുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർ ഇതിൽ പങ്കെടുക്കും എന്ന് ഉറപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുന്നത്. നിലവിൽ ഈ യോഗത്തിൻ്റെ അജണ്ട എന്ന നിലയിൽ കൃത്യമായി ഈയൊരു ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്കുള്ള അജണ്ട US-ന്റെ താരിഫിനെ പ്രതിരോധിക്കുക എന്ന ഒരു അജണ്ട തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പോലും US ഏർപ്പെടുത്തിയ തീരുവകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം എന്നുള്ള കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. നിലവിൽ ഈ 11 അംഗ ബ്രിക്സ് രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് പങ്കെടുക്കുക, മുഴുവൻ പേരും പങ്കെടുക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്നാലും ഈ US-ന്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ, പ്രത്യേകിച്ചും സാമ്പത്തിക തലത്തിൽ സാമ്പത്തിക നയങ്ങളിൽ ഏകപക്ഷീയമായ നടപടികളുടെ സ്വാധീനവും അതിനെ ചെറുക്കുന്നതിനും അതുപോലെ തന്നെ അത് ഓരോ രാജ്യത്തിൻ്റെയും സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ എങ്ങനെ നേരിടണം, ഇനി ഒരുപക്ഷെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിൽ അതിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും, മറ്റ് രാജ്യങ്ങളുമായി വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിലൂടെയും അതുപോലെ തന്നെ പരസ്പരമുള്ള കയറ്റുമതി ഇറക്കുമതി തീരുവകൾ കുറയ്ക്കുന്നതിലൂടെയും എങ്ങനെ ഈ US-ന്റെ നീക്കത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്നത് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ജൂലൈയിൽ തന്നെ ഈ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ US-ന്റെ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് എതിരായ നയങ്ങൾ വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളുമായി യോജിക്കുകയാണെങ്കിൽ 10% അധിക തീരുവ ഓരോ രാജ്യങ്ങൾക്കും ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളാണ് ഈ US വിരുദ്ധ നയങ്ങളുമായി യോജിക്കുക എന്നതുകൊണ്ട് ട്രംപ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബ്രിക്സ് അംഗങ്ങൾ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി കൈകോർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിഭിന്നമായി കൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അത്തരത്തിലൊരു യോജിപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന പകര ചുങ്കത്തിന്മേൽ വീണ്ടും ചുങ്കം ചുമത്തും എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ത്യയോടൊപ്പം തന്നെ ബ്രസീലിനും 50%
10% പകരച്ചുങ്കമാണ് ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ബ്രിക്സിലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ചൈനയൊഴികെയുള്ള മറ്റ് പല രാജ്യങ്ങൾക്കും 10% മുതൽ 25% വരെയാണ് തീരുവ എങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് 50%. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ലുല ഡി സിൽവ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ ഈ 11 അംഗ രാജ്യങ്ങളിലെ ഏതെല്ലാം രാജ്യങ്ങൾ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായൊരു പട്ടിക പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ബ്രസീലും അതുപോലെ തന്നെ ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ എന്തായാലും പങ്കെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റ് രാജ്യങ്ങൾ, ഈജിപ്റ്റ് പോലുള്ള മറ്റ് രാജ്യങ്ങൾ എത്രമാത്രം ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നുള്ള കാര്യം സംശയമാണ്. എന്നാൽ പോലും നിലവിൽ ഈ ഒരു അമേരിക്കയുടെ നയങ്ങൾക്കെതിരായി ഒരു ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു നയം ആണ് ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ യോഗത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി അതുല്യ.